എനിക്ക് വേണ്ടത് എന്തെന്നറിയാമോ? നിന്റെ മുമ്പിൽ ഇരുന്ന് അനാദി മുതലേ യുഗങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് വേണ്ടി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഈ ദൈവരാജ്യത്തിൽ എനിക്ക് വേണ്ടി നീ പൂർത്തിയാക്കിയ അല്ലെങ്കിൽ നീ സ്വപ്നം കണ്ട പദ്ധതിയുണ്ട്. അത് എന്റെ ജീവിതത്തിൽ നിറവേറാൻ ദൈവമേ നിന്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്കൊരു അഭിഷേകം തന്നാവും. കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന ഒരാളും, ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധി മുട്ടുകുത്തിയാൽ നിങ്ങളുടെ കാലുകളെ തളർത്താൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാലിനെ തളർത്തിയിടാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കരമുയർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരം നീട്ടിയിരിക്കും. മനസ്സിലായി? നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് വില കൊടുത്ത് കരം പൊക്കുന്നവരാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം സമയത്ത് കരം നീട്ടിയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ദൈവസന്നിധിയിൽ സമയം, അതായത് കർത്താവിന് വേണ്ടി നിങ്ങളൊരല്പസമയം കാത്തിരുന്നവരാണെങ്കിൽ സർവശക്തൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഒരു അഭിഷേകം എന്താ ചോദിക്കണമെന്നറിയാം? ഇപ്പം ദൈവമേ നിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു അഭിഷേകം, നിന്റെ മുമ്പിൽ അത് കിട്ടിയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാണ്, അത് കിട്ടിയാൽ മതി. എടാ, കോടിക്കണക്കിന് ക്രിമിനലുകളെ മാറ്റിയില്ലേ ദൈവം? അങ്ങനെയാണെങ്കിൽ കള്ളുകുടിയനെ കിട്ടിയവനെ മാറ്റത്തില്ലേ? മാറ്റും. ഒറ്റ കാര്യമുള്ളൂ, നീ ഇരിക്കണം. അതായത് നമ്മുടെ കുടുംബത്തിന്റെ അഭിഷേക അനുഗ്രഹവും മറ്റൊരാളുടെ ബാധ്യതയായിട്ട് തല കെട്ടിവെക്കരുത്. അത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്റെ ജീവിതത്തിന്റെ വിടുതലും എന്റെ ജീവിതത്തിന്റെ അഭിഷേകവും എന്റെ കുടുംബത്തിന്റെ അഭിഷേകവും ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരുടെ ബാധ്യതയല്ല, എന്റെ ബാധ്യതയാണ്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു വാങ്ങണം. അതിന് കർത്താവിന്റെ മുമ്പിൽ അഭിഷേകം. എല്ലാവരും, സെമിനാരിക്കാര്, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, എല്ലാവരും, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തെ ചലിപ്പിക്കാൻ പറ്റും. നമുക്ക് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമുള്ള ജീവിതമായിട്ട് മാറും. അത് മാറണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ സമയം ചെലവഴിച്ചാലേ പറ്റും. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാതെ പറ്റില്ല. ഒന്നും നടക്കില്ല. കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോ, പ്രാപിച്ചോ. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചോ. ഹല്ലേലൂയ.